നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. 15 ദിവസത്തെ സ്കിൻ കെയർ ചാലഞ്ചാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല വ്യത്യാസം വന്നു. ഈ ഒരു 15 ദിവസം നല്ലപോലെ ഫുഡിൻ്റെ കാര്യത്തിലാണെച്ചാലും സ്കിൻ കെയറിൻ്റെ കാര്യത്തിലാണെച്ചാലും എല്ലാം ഞാൻ നിങ്ങളോട് എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെ ഞാൻ എൻ്റെ സ്കിന്ന് നോക്കുക. കാരണം അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ മുഖത്തിന് നല്ലൊരു തിളക്കം, നല്ലൊരു ഗ്ലോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാടുകളിലൊക്കെ ആണെച്ചാലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഒരുവിധം മാറിയെങ്കിലും ഇവിടുത്തെ മെലാസ്മ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കറുപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല പോലെ ആ ഒരു കളറിനൊക്കെ നല്ലൊരു മങ്ങൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ റിസൾട്ട് എനിക്ക് കിട്ടി. നിങ്ങൾ സ്കിൻ കെയർ ചാലഞ്ചിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി ഞങ്ങളൊന്ന് അറിയിക്കും, ഞങ്ങളിതിൽ ചേർന്നുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ലാസ്റ്റ് 15ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാനും കൊണ്ടുവന്നിരിക്കുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പാക്കാണ്. എല്ലാവർക്കും ഉപയോഗിക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടി ഞാൻ 2 പിഞ്ചിട്ടുണ്ട്. ഇനി ആൺകുട്ടികൾ ഉപയോഗിക്കണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരു 15 വയസ്സ് തൊട്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും, 15 അല്ല, ഒരു 13 വയസ്സ് തൊട്ട് 8ാം ക്ലാസ് തൊട്ടിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കും. അതുമാത്രമല്ല, നമ്മുടെ മുഖത്തുള്ള പാടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, മുഖക്കുരു വന്ന പാടുകൾ, ചിക്കൻ ബോക്സ് വന്ന പാടുകൾ, മുഖത്ത് എന്താ പറയുക ഡാർക്ക് സർക്കിളുകൾ വരിക, പല ഡിസ്കളറേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, സൺടാൻ ഉണ്ടാവും, അതുപോലെ തന്നെ കണ്ണടിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ടാവും. ഇതിനൊക്കെ നല്ല അടിപൊളി റിസൾട്ടാണ് ഇത് തരുന്നത്. നല്ലപോലെ മുഖം വെളുക്കാനും സഹായിക്കും. നിങ്ങളിതൊരു 10 ദിവസം അടുപ്പിച്ച് ഉപയോഗിച്ചിട്ട് പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 3 വട്ടം വെച്ച് ഓരോ ദിവസം ഇടവിട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കളർ വന്നതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. കളർ വന്നു, മുഖത്ത് മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളത് ഒന്നും ചെയ്യാതിരിക്കരുത്. നമ്മൾ പിന്നെയും ചെയ്യുമ്പോഴാണ് നമുക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഗ്ലോ മുഖത്തേക്ക് കൊണ്ടുവരാനും നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ ചൂടുകാലമാണ്, ധാരാളം വെള്ളമൊക്കെ കുടിക്കുക. നമ്മുടെ സ്കിന്നിനും അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ മധുരം ഞാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞത്, നിങ്ങളത് മധുരം പാടെ ഉപേക്ഷിച്ചില്ലെങ്കിലും നമ്മളൊരു കൺട്രോൾ വെച്ച് ചെയ്യണത് ഏറ്റവും നല്ലതാണ്. പഞ്ചസാര പാടെ ഉപേക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറക്കരുത്. ഡെയിലി ഞങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കാമല്ലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച്, എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചാനൽ തുടങ്ങിയിട്ട് 15 ദിവസമായി കേട്ടോ. 15 ദിവസത്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഒരു ബൗൾ വയ്ക്കുക. ബൗളിലേക്ക് നമുക്ക് ആവശ്യം റാഗി പൗഡറാണ് കേട്ടോ. സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ്. റാഗി പൗഡർ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. റാഗി പൗഡർ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കണം. നല്ലപോലെ വെളുക്കും പറഞ്ഞാൽ നല്ലപോലെ വെളുക്കും. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി അടുത്തത് വേണ്ടത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണേ. രക്തചന്ദനത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ വെള്ളച്ചന്ദനത്തിൻ്റെ പൊടിയോ ഏതാ നിങ്ങളുടെ കയ്യിൽ വെച്ച് അത് എടുക്കുക. നമ്മുടെ സ്കിന്ന് വൈറ്റനിങ്ങിനും മുഖത്തെ പാടുകളൊക്കെ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യം നമുക്ക് ഒരു 2 പിഞ്ച് അത്രേ വേണ്ടുള്ളൂ. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല അടിപൊളി പാക്കാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് ഉപയോഗിച്ചാൽ ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. അത്ര അടിപൊളിയാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈരോ പാലോ ഏതാ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിക്ക് ചേരുവച്ചാൽ അത് കുറച്ചൊഴിക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് തൈരാണ് ഒഴിച്ചത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പുളിച്ച തൈരാണ് ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ പുളിച്ച തൈരായിരുന്നു. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ ആയിട്ട് നമ്മൾ ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഇത് നമുക്ക് നല്ല കട്ടിക്ക് മുഖത്തിട്ട് കൊടുക്കുക. ഒരു മസാജ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സ്കിന്നിൻ്റെ നമ്മൾ ആ മസാജ് ചെയ്യുമ്പോൾ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. നമ്മുടെ മുഖത്തിന് നല്ലൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നമുക്ക് ആ ഒരു മസാജിലൂടെ നമുക്ക് കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മൾ പാക്കും കൂടി ഇടുമ്പോഴേക്കും നമ്മളൊരു 10-15 മിനിറ്റെങ്കിലും ആ മസാജ് കഴിഞ്ഞ് ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ സ്കിൻ നമ്മൾ പ്രത്യേക ഒരു ഗ്ലോ ആയിരിക്കും. ഇനി എല്ലാവർക്കും തൈര് പറ്റില്ലേ. തൈര് പറ്റാത്തവർക്ക് പാലോ അല്ലെങ്കിൽ തക്കാളി ജ്യൂസോ പൊട്ടറ്റോ ജ്യൂസോ ഏതെടുത്താലും നല്ലതാണ് അതൊക്കെ കേട്ടോ. അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക.
അപ്പോൾ നമുക്ക് ഒരു മസാജ് കൊടുക്കുക. നമ്മൾ ഡെയിലി ചെറിയതായിട്ട് ഒരു മസാജ് കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല. അത് എന്താ പറയുക, സ്ക്രബായി കൊടുക്കരുത്. പൊടിയെല്ലാം നല്ല നൈസായിരിക്കണം, അത് ശ്രദ്ധിക്കണം. ഒരു 2-3 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുക്കുക. അതിന് ശേഷം കട്ടിക്ക് നമ്മൾ പാക്ക് ഇടുക. കണ്ണിൻ്റെ തൊട്ട് താഴെ മസാജ് കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ ഒരു മസാജ് കൊടുത്തു. ഒരു 2-3 മിനിറ്റിൻ്റെ മസാജാണ് ഞാൻ കൊടുത്തത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ടിക്കിട്ട് കൊടുക്കാം. കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ ഇടുമ്പോൾ, ഞാനിപ്പോൾ കഴുത്തിലിടുന്നില്ല. നമ്മൾ കുളിക്കണതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ഇത് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ തറയിലൊക്കെ ഇങ്ങനെ വീഴാതെ, കഴുത്തിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തറയിലൊക്കെ വീഴും, ഡ്രസ്സിലൊക്കെ ആവും. ഇപ്പോൾ ഞാൻ കട്ടിക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഞാൻ എപ്പോഴും വയ്ക്കാറ്, 15 മിനിറ്റെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇത് എന്താ, അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇട്ടിട്ട് 20 മിനിറ്റ് ആയിട്ടോ. ഞാനൊന്ന് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്ര റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കും. മുഖത്തെ പാടുകളും പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരുപാട് സഹായിക്കണം. നല്ലൊരു പാക്കാണ്. ഞാൻ ഓൺലൈനായിട്ടാണ്, നമ്മൾ എന്താ പൊടികളൊക്കെ വാങ്ങുമ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ കാണിച്ചാൽ, പിന്നെ അടുത്തുള്ള ഏതെങ്കിലും എന്താ പറയുക നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്ന് വെച്ചാൽ അത് നല്ലതാണ്. എന്തായാലും നിങ്ങൾ ഈ പാക്ക് തുടർച്ചയായിട്ട് നിങ്ങളോട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ പാടുകൾ മാറി മുഖം വെളുക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരികയാണ് കേട്ടോ. അത്രയ്ക്ക് റിസൾട്ടാണ് ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ.